അണലി എന്ന പാമ്പിന്റെ മാരകമായ വിഷം ഉപയോഗിച്ച് അപ്പള സിൻഡ്രോം എന്ന് പറഞ്ഞ റയർ ആയിട്ടുള്ള സീരിയസ് ആയ അസുഖം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഇതിന്റെ അടുത്ത് പല യങ് പേഷ്യൻസ് സ്ട്രോക്കായി അല്ലെങ്കിൽ സ്ത്രീകൾ ഹാർട്ട് അറ്റാക്കായി യങ് പ്രായത്തിൽ, അഥവാ വീണ്ടും വീണ്ടും ഹാർട്ട് അറ്റാക്കായി വീണ്ടും വീണ്ടും സ്ട്രോക്കായി, അല്ലെങ്കിൽ കാലിന്റെ വെയിൻസിൽ ക്ലോട്ടായി അത് ലങ്സിലേക്ക് പോകുന്ന DVT ആൻഡ് പൾമണറി എംബോളിസം എന്ന കണ്ടീഷൻസിന് പല പേഷ്യൻസും വരാറുണ്ട്. ചില പേഷ്യൻസിന് വയറിലെ രക്തക്കുഴലിലും ക്ലോട്ട് ഉണ്ടാവുന്ന പേഷ്യൻസും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ഈ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ അസാധാരണമായ ക്ലോട്ടിംഗ് ഉണ്ടാകുന്ന ഈ പേഷ്യൻസിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അപ്ല സിൻഡ്രോം എന്നുള്ള അസുഖം നമ്മൾ കണ്ടുപിടിക്കാറ്. ഈ അപ്ല സിൻഡ്രോമിൽ നമ്മൾ ശരീരത്തിനെതിരെ തന്നെ ഓട്ടോ ആന്റിബോഡി ഉണ്ടാക്കി ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടാക്കുന്ന ചില ഫാക്ടേഴ്സ് ബോഡിയിൽ ഉണ്ടാക്കും. അത് കാരണമാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. അതിനാണ് അപ്ല സിൻഡ്രോം എന്ന് പറയും. ഇത് രക്തം കട്ട പിടിക്കുന്നത് മാത്രമല്ല, റിക്കറന്റ് മിസ്കാരേജസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രഗ്നൻസി സമയത്ത് പ്രഗ്നൻസി ലോസ് ആവുന്ന, പലപ്പോഴും മൾട്ടിപ്പിൾ ടൈംസ് പ്രഗ്നൻസി ലോസ് ആവുന്ന പേഷ്യൻസിനും ഈ അപ്ല സിൻഡ്രോം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ചില പ്ലേറ്റ്ലെറ്റ്സ് ലോ ആവുന്ന പേഷ്യൻസിന് ഒരു അണ്ടർലൈൻ അപ്ല സിൻഡ്രോം ഉണ്ടാവാറുണ്ട്. ഇവരിലൊക്കെ ഈ അപ്ല സിൻഡ്രോം സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ അപ്ല സിൻഡ്രോം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും, വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും. പ്രഗ്നൻസിയിൽ വരുന്ന റിക്കറന്റ് ലോസസ് അപ്ല സിൻഡ്രോം കാരണമാണെങ്കിൽ നമുക്കത് തടയാൻ പറ്റും. അപ്പോൾ അണലി എന്ന വിഷം ആണെങ്കിൽ പോലും അതുകൊണ്ട് യൂസ് ഉണ്ട്. അതാണ് ഡൈലൂട്ട് റസൽസ് വൈപ്പർ വെനം ടെസ്റ്റ്. ഈ അണലിയുടെ വിഷം അല്ലാതെ തന്നെ വേറെ ചില ആന്റിബോഡി ടെസ്റ്റ് വഴി നമുക്ക് ഈ അപ്ല സിൻഡ്രോം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പലവട്ടം റിക്കറന്റ് ആയിട്ട് സ്ട്രോക്ക് വരുന്നത്, വീണ്ടും വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുന്നത്, വീണ്ടും വീണ്ടും പ്രഗ്നൻസി ലോസ് ആവുന്നത്, അല്ലെങ്കിൽ അസാധാരണ സ്ഥലങ്ങളിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അപ്ല സിൻഡ്രോം ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കാം.